കലിയുഗത്തിന്റെ ശരി. അപഭ്രംശമാണ് ഭ്രമയുഗം എന്ന് കുടമൻ പോറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വിഖ്യാതമായിട്ടുള്ള ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ ഭ്രമയുഗത്തിൽ എന്തും നടക്കും. കാരണം ഇവിടെ പല ആൾക്കാരും ഈ അധികാരത്തിലൊക്കെ ഇങ്ങനെ ഭ്രമിച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന ആ സംഭവത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 78 വയസ്സ് പ്രായമായി. ഈ 78 വയസ്സ് പ്രായമായതിനിടയ്ക്ക് അദ്ദേഹം എത്രയോ ആൾക്കാരെ, സ്ത്രീകളായിട്ടുള്ള, പുരുഷന്മാരായിട്ടുള്ള, ട്രാൻസ്ജെൻഡർമാരായിട്ടുള്ള, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ മുതൽ അദ്ദേഹത്തിനേക്കാൾ വളരെ മുതിർന്ന ആൾക്കാർ വരെ എത്രയോ ആൾക്കാരെ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. അവരുടെ ജീവിത ശൈലികൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏത് രീതിയിലാണ് അദ്ദേഹം ഓരോരുത്തരോട് ഇടപെടുന്നത് എന്നത് സ്വയം മനസ്സിലാക്കിയിട്ട് ഒരു സ്വഭാവ രൂപീകരണം എന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 78 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇനി അതിനെ നമുക്ക് തിരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്നേ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ ദുഃഖം ഈ 78 വയസ്സിനിടയിലുള്ള ജീവിതത്തിൽ അദ്ദേഹം ഇന്ന് കാണിച്ചിരിക്കുന്നത് അനാവശ്യമാണ് എന്നും അത് അസംബന്ധമാണ് എന്നും തികഞ്ഞ മര്യാദകേടാണ് എന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഖേദമാണുള്ളത്. അദ്ദേഹത്തിനോട് സഹതപിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആങ്കർ എന്നതുകൊണ്ട് തന്നെ കടുത്ത സ്ത്രീവിരുദ്ധതയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഒരു ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു MC-യെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതവരുടെ തൊഴിലാണ്, തൊഴിലിന്റെ ഭാഗമാണ്. ചിലപ്പോൾ അത് അവരെ വോളണ്ടിയർ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അത് പെയ്ഡ് ആയിരിക്കും, ചിലപ്പോൾ അത് വോളണ്ടിയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്തിരുന്നാലും അത് ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രൊഫഷനാണ്, അവരത് ചെയ്യേണ്ടുന്ന ഒരു തൊഴിലാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ വിരുദ്ധതയാണ് അദ്ദേഹം കാണിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. തന്നെയുമല്ല, തന്നെക്കാൾ അധികാരം കുറഞ്ഞ മറ്റൊരാളിനോട് താനൊരു വലിയ സൂപ്പർലേറ്റീവ് അധികാരമുള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള ഒരു അധികാരം കാണിക്കലാണ് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയും വാക്കുകളും എന്നുള്ളതിനെ പറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചടങ്ങിൽ വന്ന് പ്രസംഗിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോവുക എന്നതാണ് എന്നും മറ്റുള്ള പല ആൾക്കാർക്കും, അധ്യക്ഷനുണ്ടാകാം, അതിൽ സ്വാഗതം ആശംസിക്കുന്നയാളുണ്ടാകാം, അത് മോഡറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന MC അവിടെ ഉണ്ടാകാം, വിവിധ ആൾക്കാർ ആശംസാ പ്രസംഗത്തിനുണ്ടാകാം. ഇത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള റോളുകളിലുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഒരേ സമയം ഉദ്ഘാടകനും അധ്യക്ഷനും ആശംസാ പ്രസംഗകനും എല്ലാമായി വരാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഈ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്നത് പോലെയല്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പൊതു ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് അദ്ദേഹം അനാവശ്യമായിട്ട് കടന്നു കയറുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഇവിടെ ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ എന്ത് രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോവുക. അവിടെ ഒരു സംഭവം നടക്കുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോളുകളെക്കാൾ കൂടുതൽ ടൈറ്റായിട്ട് അവിടെ എന്താണ് സംസാരിക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ മുൻകൂറായിട്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അപ്പറേറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻ ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരൊരു പക്ഷേ എത്രയോ ദിവസം മുമ്പേ തന്നെ ഇതിനു വേണ്ടിയിട്ട് പഠിച്ച് തയ്യാറെടുത്ത് ഒക്കെ തന്നെയായിരിക്കും വന്നിരിക്കുക. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു ശകാരം കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു വീഴ്ചയുമില്ല എന്ന് തന്നെയുമല്ല, അവരുടെ ജോലി വളരെ ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ ശകാരിക്കാനും മാത്രമുള്ള ഒരു തെറ്റും അവർ ചെയ്തതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെ അവരവിടെ ഒരു ചടങ്ങിൽ സാധാരണ രീതിയിൽ ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരാളവിടെ ഒരു പ്രസംഗം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ആങ്കർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്ന ആളിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രസക്തമായിട്ടുള്ള ഭാഗമോ അല്ല എങ്കിൽ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് അടുത്ത ആളിനെ ക്ഷണിക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ തന്നെ പ്രവേശിക്കുക. അപ്പൊ അത് അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അവർ പറയുമ്പോൾ അതിൽ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ ഇത്ര കോപമുണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ 78 വർഷം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സ്വഭാവ രൂപീകരണത്തിലെ ഒരു വൈകൃതമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇതൊരു വൺ ഓഫ് ഇൻസിഡന്റ് ആയിരുന്നുവെങ്കിൽ നമുക്കത് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തോന്നലുണ്ടായതിനു ശേഷം അദ്ദേഹം പറഞ്ഞതാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തെ പ്രകീർത്തിച്ചു പറഞ്ഞാലും അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗാനരചയിതാവ് ശ്രീ ഷിബു ചക്രവർത്തി ഒരു
വിമർശനം ഉന്നയിച്ചത്. അപ്പൊ ആ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കയർത്താണ് പ്രതികരിക്കുന്നത്. ഒരു അവസരം കിട്ടിയെന്ന് കരുതി നിങ്ങൾ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ടാകാം. മുമ്പ് കാസർഗോഡ് വെച്ചിട്ട് ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നു. ക്ഷുഭിതനായതിനു ശേഷവും വീണ്ടും അവിടെ അനൗൺസ്മെന്റ് തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇയാൾക്ക് ചെവിട് കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലത്തേക്ക് അധിക്ഷേപിക്കുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ആജന്മ ശത്രുവായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റം, മൈക്ക്, പലയിടങ്ങളിലും പണിമുടക്കുന്ന സമയത്തെല്ലാം തന്നെ അത് നന്നാക്കാൻ വരുന്ന ആൾക്കാരോടാണെങ്കിലും മൈക്ക് ഓപ്പറേറ്റർമാരായിട്ടുള്ള ആൾക്കാരോടാണെങ്കിലും ഇവരോടൊക്കെ തന്നെ ക്ഷുഭിതനായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ മറ്റാരെങ്കിലും ഒരു അല്പം സമയം കൂടുതലെടുത്ത് സംസാരിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീമതി കെ ശൈലജ ഇതേപോലെ ശകാരം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത, അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ അതൊരു നിർദ്ദേശം എന്ന നിലയ്ക്ക് പോലും വന്നു കഴിഞ്ഞാൽ അതിനോട് അദ്ദേഹത്തിന് വളരെ പ്രകോപനപരമായ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്.